എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് ചെറു ചൂടായിട്ടുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റിഫൈൻഡ് ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കേണ്ടത് ചെറുചൂട് പാൽ ഉപയോഗിച്ചാണ്. ഇനി നിങ്ങൾക്ക് പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ പാൽ ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. പാല് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. ഒരു നല്ല തിക്കായിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു രീതിക്കാണ് കൂട്ട് വേണ്ടത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 1.25 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂട്ട് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 1 മണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ഇതിൻ്റെ നടുവിലേക്ക് വെക്കാനായിട്ടൊരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശർക്കര പാനിയാക്കിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് വന്നാൽ മാത്രം മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ശർക്കരയായിട്ട് തേങ്ങ നല്ല പോലെ തന്നെ യോജിച്ച് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. നമ്മളിതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ട് പോകും. ഒരു ചെറിയൊരു പറ്റ് വേണം. അപ്പോൾ അതാ ഈ ഒരു പാകത്തിനായി വരുമ്പോൾ ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും വെള്ളപ്പറ്റ് മതി, ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ സാധാരണ ഇലയുടെയൊക്കെ ഉള്ളിൽ വെക്കണ ആ ഒരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കൂട്ട് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കൂട്ട് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഡബിൾ സൈസ് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കൂട്ട് നല്ലപോലെ പൊങ്ങി വരണം. 1 മണിക്കൂറൊക്കെ എന്തായാലും വെച്ചാൽ മതി. ഒരുപാട് നേരം വെച്ച് ഒരുപാട് പുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിനായി വന്നതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ല പോലെ തന്നെ ഒന്ന് നെയ്തടവി എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പകുതിയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതൊരു ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൂട്ട് വേണ്ടത്. ഒരുപാട് ലൂസായിട്ടുള്ള കൂട്ടാക്കി എടുക്കേണ്ട. ഏകദേശം പകുതി മാവ് ഒഴിച്ചിട്ട് ഞാനിവിടെ ഒരു ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ആ ഒരു തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുകൾ കുറച്ച് വിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമുക്ക് ആ ഒരു ബാക്കിയുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാനിവിടെ നല്ല പോലെ തന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസ് വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. പക്ഷേ അത് ആ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ കിസ്മിസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയായിട്ട് എടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് സ്റ്റീമറിൽ കുറച്ച് വെള്ളമൊഴിച്ച് നേരത്തെ തന്നെ ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. നല്ലപോലെ ആവി വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്കാണ് നല്ല പോലെ തന്നെ ആവി കയറ്റി എടുക്കേണ്ടത്. സ്റ്റീമറിൻ്റെ മൂടി ഇതുപോലെ ഒരു തുണി വെച്ച് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ഒരു ഈർപ്പം വീഴുന്നത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 35 മിനിറ്റാണ് ഞാനിവിടെ നല്ല പോലെ തന്നെ ആവി കയറ്റി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ ചൂട് ആറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഈ ഒരു പാത്രത്തിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. അരികുകൾ ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ദാ ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക.
പുറമേത്തെ ആ ഒരു കവറിങ് ഒരുപാട് പുളിപ്പൊന്നും ഇല്ലാത്ത ഒരു ബ്രെഡിൻ്റെ ഫീലിംഗ് ആണ് കിട്ടുക. നമ്മളിത് അരിപ്പൊടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലത്തെ ആ ഒരു ഉള്ളിലത്തെ ഫില്ലിങ്ങും കൂടെ വരുമ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.